മഴക്കാലം എത്തുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്രതിരോധ ശേഷിയിലാണ്. കുട്ടികൾക്കാവട്ടെ മുതിർന്നവർക്കാവട്ടെ അവരുടെ ശരീരത്തിലുള്ള ത്രിദോഷങ്ങൾ വാതം പിത്തം കഫം എല്ലാം തന്നെ ഏറിയും കുറഞ്ഞും പനി അണുബാധകൾ ഇതെല്ലാം എളുപ്പത്തിൽ വരാവുന്ന സമയമാണ് മഴക്കാലം. പക്ഷേ ഒരുപാടൊന്നും ആശങ്കപ്പെടേണ്ടതില്ല. നമ്മളൊരു 5 ആയുർവേദത്തിലുള്ള റെമഡികളും ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടുന്ന നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് റെസിപ്പികളിൽ ഒന്നാണ് ഇഞ്ചി. ആയുർവേദത്തിൽ വിശ്വഭേഷജം എന്നറിയപ്പെടുന്ന ദ്രവ്യമാണ് ഇഞ്ചി. ഇഞ്ചി കഫവും വാതവും കുറയ്ക്കാൻ സഹായിക്കുന്നു. ചൂടോടെ വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം കുടിക്കുകയാണെങ്കിൽ നല്ല ശരീരത്തിലുള്ള കഫം കുറയും. അതല്ലെങ്കിൽ ഇഞ്ചി, തൈര്, തേന് വളരെ അതിൻ്റെ ഒരു തോതുണ്ട്, അത് ചേർത്ത് കഴിക്കുകയാണെങ്കിലും ഈ പറഞ്ഞ അതേ എഫക്റ്റ് തന്നെ കുറച്ചുകൂടെ വ്യത്യാസത്തിൽ അനുഭവിക്കാൻ പറ്റും. കഫം കുറെ കൂടെ ഇളകി പുറത്തേക്ക് വരാൻ തുടങ്ങും. രണ്ടാമതായിട്ട് തുളസിയാണ്. പ്രകൃതിയുടെ തന്നെ ഒരു ഇമ്മ്യൂണിറ്റി, പ്രതിരോധം എന്നാണ് ഈ തുളസിയെ നമുക്ക് പറയാൻ പറ്റുക. തുളസി തിളപ്പിച്ചെടുക്കുന്ന വെള്ളം കുടിക്കുന്നത് ശ്വാസകോശത്തെ ശോധിപ്പിക്കാൻ, കഫത്തെ പുറത്ത് കളയുവാനും അണുബാധകളൊന്നും വരാതിരിക്കാനും സഹായിക്കുന്നതാണ്. ചെയ്യാൻ പറ്റുന്ന എല്ലാ ദിവസവും 1 കപ്പ് വെള്ളത്തിൽ ഒരു 5 തുളസിയില ഇട്ട് അതിനകത്തേക്ക് ജീരകവും ഒരു തുള്ളി തേനും ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് വളരെ വേറെ തന്നെയായിരിക്കും. പിന്നെ ഉള്ളതാണ് ചുക്ക്. നമ്മൾ പറയാറില്ല ചുക്ക് കഷായം. മലയാളി എവിടെയുണ്ടോ അവിടെ ചുക്ക് കഷായം ഉണ്ട്. ചുക്ക്, ജീരകം, പെരിഞ്ജീരകം എന്നിവ തിളപ്പിച്ച് കഷായത്തിലാക്കിയിട്ട് ദിവസത്തിൽ ഒരിക്കൽ കാപ്പി പോലെ കഴിക്കുകയാണെങ്കിൽ ഏതൊരു വിധത്തിലുള്ള പനിയാണെങ്കിലും അവ പെട്ടെന്ന് പോകാൻ സഹായിക്കും. മഴക്കാലത്ത് ഇതൊരു ഫ്രണ്ട് ലൈൻ ഇമ്മ്യൂണിറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു റെസിപ്പിയാണിത്. ഇനി മറ്റൊന്ന് അശ്വഗന്ധയാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ റീബൂട്ട് ചെയ്യാനായിട്ട്, റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. ശരീരത്തിൻ്റെ ശക്തിയും അതുപോലെ തന്നെ മെൻ്റൽ സ്റ്റെബിലിറ്റിയും ഒക്കെ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ദ്രവ്യമാണ് അശ്വഗന്ധ. രാത്രി പാലിൻ്റെ കൂടെ അശ്വഗന്ധ ചൂർണം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഉറക്കം കിട്ടും, ഡീപ്പ് സ്ലീപ്പ് കിട്ടാനൊക്കെ സഹായിക്കും. ഇത് ഒരു തണുപ്പിന് മാത്രമല്ല, ശരീരത്തിന് ഒരു ഒട്ടുമൊത്തത്തിൽ എനർജി ബൂസ്റ്റ് ചെയ്യാനും ഈ പറഞ്ഞ അശ്വഗന്ധ സഹായിക്കും. ഈ ഒരു റെസിപ്പി സഹായിക്കുന്നതാണ്. മറ്റൊന്ന് നെല്ലിക്കയാണ്. ആമ്ലക്കി എന്നാണ് പറയുക നമ്മൾ. വൈറ്റമിൻ സിയുടെ ഒരു ഭണ്ഡാരമാണിത്. നമ്മുടെ സെല്ലുകളെ ശാക്തീകരിക്കുന്ന ശക്തിയാണ് ആമ്ലക്കിയിലുള്ളത്. എല്ലാ ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രതിരോധശേഷി ഇരട്ടിയായിട്ട് കിട്ടും. അതോടൊപ്പം തന്നെ ശരീരത്തിന് നല്ല ക്ലെൻസിങ് കിട്ടും. തേനും ഒക്കെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ, ഉപ്പിലിട്ട് ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ഫലം തന്നെ കിട്ടും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു രീതിയിൽ എല്ലാ ദിവസവും 1 വീതം കഴിക്കാൻ ശ്രമിക്കുക. മഴക്കാലത്ത് നമ്മൾ പ്രതിരോധം മെച്ചപ്പെടുത്താൻ ഇത്തരം ചെറിയ ചെറിയ ശീലങ്ങൾ വളരെയധികം പ്രധാനമാണ്. വരും തലമുറയ്ക്കായിട്ട് ഇത് കൈമാറി കൊടുക്കുകയും അവരോട് ഇത് ശീലിക്കാൻ പറയുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുമ്പോൾ രോഗങ്ങൾ മറന്നുപോകും. നന്ദി, നമസ്കാരം.